ഗായ്സ്, ഇതാണ് നമ്മുടെ ഫംഗിസൈഡ്. സാഫ് എന്ന് പറയുന്ന ഒരു ഫംഗിസൈഡാണ്. ഇതിപ്പോൾ എന്തിനാ വെച്ചാലേ, നമ്മുടെ ചെടികൾക്കൊക്കെ ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം, പേസ്റ്റാക്കി അടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ എടുത്ത് എന്താ പറയുക, നമ്മുടെ ഹാങ്ങിമിങ്ക ഉണ്ട്. നമ്മുടെ ചെടികളിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു ചെടിയാണ് ഈ ഹാങ്ങിമിങ്ക. അതിൻ്റെ ഒരു പ്രശ്നം, അത് നല്ല വെയിൽ കൊള്ളാത്തടത്താണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ വെള്ളം നനച്ച് കഴിയുമ്പം അതിൻ്റെ ഇലകളിലൊക്കെ വെള്ളം പിടിച്ചിട്ട് തണ്ടുകളിലൊക്കെ ഫംഗസ് ഉണ്ടായിട്ട് അത് പെട്ടെന്ന് തണ്ട് ഡൈബാക്ക് ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഹാങ്ങിമിങ്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലിതൊന്ന് പേസ്റ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മുടെ ഈ ചെടിയാണ്, ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ചെടിയാണ് ഫംഗസ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നല്ല വെയിലില്ലാത്തടത്താണ് നിൽക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ വേരിലൊക്കെ നല്ല പ്രശ്നം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ തണ്ടിലൊക്കെ ഫംഗസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ തണ്ടിൽ ഈ സാഫ് നല്ല പേസ്റ്റ് ആക്കിയിട്ട് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് ഒരു പരിധി വരെ ഇവിടെ നല്ല പ്രശ്നം കാണിക്കുന്നുണ്ട്. ഒരു പരിധി വരെ നമുക്കിതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഗൈസ്, ഇതിൻ്റെ അരി വീണ് കിടക്കുന്നുണ്ടോ? ഇതിൻ്റെ അരിയാണ്. ഇതിനകത്ത് നിറയെ നല്ല അരിയുണ്ട്. ഈ അരി ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു അരിയാണ്. ഇത് നമുക്ക് എടുത്ത് മാറ്റി വെക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഇതിലെന്തായാലും ഞാൻ ഈ സാഫ് ഒന്ന് പേസ്റ്റാക്കി നമുക്ക് കയ്യെത്തുന്ന സ്ഥലത്തൊക്കെ തണ്ടിലൊന്ന് അടിച്ചു കൊടുക്കുക, ഒന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നു. തെത്തു അടങ്ങിയത് തെത്തു ഗൈസ്, തെത്തു അതിനിടയ്ക്ക് പൂമ്പാറ്റപ്പിടുത്തത്തിൻ്റെ മൂടില്ല, കഴിഞ്ഞിട്ടില്ല അത്. അപ്പോൾ ഇതിൻ്റെ തണ്ട് നമ്മൾ നന്നായിട്ട് സാഫ് അടിച്ചു കൊടുക്കുക. കാരണം ഇവിടെയൊക്കെയാണ് ഈ ഡൈബാക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഒരു പക്ഷേ ഇത് രക്ഷപ്പെടും. ഞാൻ ലേറ്റായിട്ടാണ് ഇത് കണ്ടത്. ഇന്നാണ് ഇതിൻ്റെ തണ്ടൊക്കെ ഇത്രയും വാടിയിരിക്കുന്നതായിട്ട് ശ്രദ്ധയപ്പെടുന്നത്. നന്നായിട്ട് ഹാർഡായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇലകളിലൊക്കെ ഞാൻ തുള്ളിയായിട്ട് ഇട്ട് കൊടുക്കുവാണേ. പിന്നെ വേരിലും ഒരു ലേശം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേരെന്ന് വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല. പിന്നെ ഇതിന് സ്പ്രേയും കൂടെ ചെയ്ത് കൊടുക്കാൻ പോകുന്നുണ്ട്. ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കൊന്ന് സ്പ്രേയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്താലൊന്ന് ആലോചിക്കുന്നത്. നമ്മുടെ സ്പ്രേയറും കൂടി എടുത്തിട്ടേ ഒരു സ്പ്രേയും കൂടി ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതെന്തായാലും രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എല്ലാ ചെടികളും എടുത്ത് വെയിലത്തിട്ടൊന്ന് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയല്ലേ ഹാങ്ങിമിങ്ക? നോക്കൂ, ഇതിൽ കിടക്കുന്ന പൂക്കൾ കണ്ടോ, ഇങ്ങനെ കൊലകൊലയായിട്ട് കിടക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.